ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന അന്ന് മുതൽ മുത്തശ്ശിക്ക് അമ്മയുടെ വെറുപ്പായിരുന്നോ? പറയൂ മുത്തശ്ശി. എന്താടി, അമ്മയെ ഞാൻ എന്തെങ്കിലും ചെയ്ത് ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതികാരം ചെയ്യാനാണോ? അല്ല മുത്തശ്ശി, ഒന്ന് പറഞ്ഞേ. ദേവൻ അവളെ കെട്ടിക്കൊണ്ടു വന്നപ്പോ എനിക്ക് അവളെ നല്ല ഇഷ്ടമായിരുന്നു. ഇഷ്ടക്കേട് തുടങ്ങുന്നത് രാധികയുടെ വരവോടുകൂടിയ. അങ്ങനെ ഒരു കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ആവശ്യമില്ല, നിങ്ങൾ അതിനെ വളർത്തേണ്ട കാര്യമില്ല എന്ന് ഞാൻ അവരോട് പല ആവർത്തി പറഞ്ഞു. പക്ഷേ ദേവനേക്കാൾ നിർബന്ധബുദ്ധി കാണിച്ചത് നിന്റെ അമ്മയാ. അത് കഴിഞ്ഞ് നീ ജനിച്ചപ്പോ സ്വന്തമായിട്ടൊരു കുഞ്ഞായല്ലോ, വഴിവക്കീന്ന് കിട്ടിയതിനെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊടുത്തേക്കെന്ന് ഞാൻ പറഞ്ഞു. കേട്ടില്ല. പ്രിയങ്കയും രാധികയും ഒരുമിച്ച് കളിപ്പിക്കുമ്പോ ഞാൻ മാറി നിന്ന് നോക്കുമായിരുന്നു. എനിക്ക് രക്തബന്ധമായ നിന്നോട് മാത്രമേ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ അമ്മയ്ക്ക് മറിച്ചു. പതുക്കെ പതുക്കെ നീ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം യശോദ കുറ്റം കണ്ടുപിടിക്കാനും രാധിക ചെയ്യുന്ന എല്ലാത്തിനെയും പുകഴ്ത്താനും തുടങ്ങി. സഹിക്കോടി എനിക്ക്. നിന്നെ കുഞ്ഞു പ്രായത്തിലായാലും ഇപ്പോഴായാലും അംഗീകരിക്കാത്ത ഒരുത്തിനെയും മുത്തശ്ശിക്ക് കണ്ടൂടാ. പിന്നീട് അങ്ങോട്ട് ചെയ്തു കൂട്ടിയതൊക്കെ നിസ്സാര കാര്യങ്ങളാണോ? നിനക്ക് ഓർമ്മയില്ലേ, അന്ന് കല്യാണ പന്തലി വെച്ച് അവളുടെ കഴുത്തിന്ന് താലിമാല ഊരിയെടുക്കണോന്ന് പറഞ്ഞപ്പോ നിന്റെ അമ്മ എനിക്ക് നേരെ ചാടിയത്? അവിടെ കണിമംഗലത്ത് നിനക്ക് കിട്ടാൻ പോകുന്ന സൗഭാഗ്യത്തെ കുറിച്ചല്ലല്ലോ അവള് ചിന്തിച്ചത്. അതൊക്കെ രാധികയ്ക്ക് കിട്ടിക്കോട്ടെ എന്ന്. കണിമംഗലത്ത് വരുൺ നിന്നെ എത്ര അവഗണിച്ചു, അവിടെയുള്ളവർ നിന്നെ എത്ര ദ്രോഹിച്ചു. നിനക്ക് വേണ്ടി നിന്റെ അമ്മ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ കൂടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇല്ല മുത്തശ്ശി. എന്നിട്ട് നീ മരിച്ചു കഴിഞ്ഞു എന്ന വാർത്ത അവളുടെ കാതിലെത്തിയിട്ടേ അത് കാതിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് അവളെ പിടിച്ച് വരുണിന്റെ ഭാര്യയാക്കി. ഒരു 10 ജന്മം ജനിച്ച് അവളെ എനിക്ക് ദാസിവേല ചെയ്താലും ഈ കാര്യത്തിൽ യശോദയോടുള്ള വൈരാഗ്യം എനിക്ക് മാറില്ല. മുത്തശ്ശി, ലോകത്ത് ഒരു മുത്തശ്ശിയും കൊച്ചുമോളോട് ഇത്രയും സ്നേഹം കാണിച്ചിട്ടുണ്ടാവില്ല. ഞാൻ നിന്റെ കൂടെ നിൽക്കുമ്പോ അത് തെറ്റാണെന്നും അഹങ്കാരമാണെന്നും ഒക്കെ പറയുന്നവരുണ്ടാവാം. പറയുന്നവര് പറഞ്ഞോട്ടെ. മുത്തശ്ശിക്കേ നിന്നെ വലിയ ഇഷ്ടമാ. മുത്തശ്ശിക്കൊന്ന് കണ്ണടച്ചുറങ്ങണമെങ്കിൽ മനസ്സിൽ നിന്റെ രൂപം തെളിയണം. മുത്തശ്ശിയുടെ മരണം വരെ നിന്നെ ആരും കഷ്ടപ്പെടുത്താനും മുത്തശ്ശി സമ്മതിക്കില്ല. നിന്നെ കഷ്ടപ്പെടുത്തുന്നവരെ മുത്തശ്ശി വെറുതെ വിടുകയില്ല.